ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്. ഇതൊരു ഉണ്ണിയാണ്, എനിക്ക് ഉണ്ണിയാണ്. എനിക്ക് 3 മാസമായിട്ടുള്ള ഉണ്ണി വന്നിട്ട്. നന്മയുടെ സുഗന്ധം. ഈശോ വിശേഷിച്ചിരിക്കട്ടെ. പുനർജീവൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നാളെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതല്ലേ. എന്നാൽ ഞാൻ വന്ന ഈ ഷോറൂം ഒരു ഇടയൻ, നമ്മുടെ ഡേവിസ് ചിറമലച്ചൻ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ഞാൻ ആദ്യമായിട്ട് ഇത് കാണാൻ വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല വസ്ത്രങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ തള്ളിക്കളയുന്നില്ലേ, കത്തിച്ച് കളയാം, ഒരിക്കലും ചെയ്യരുത്. അതിവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ക്ലീൻ ചെയ്ത് വളരെ. പുനർജീവനിലെ ഒരു ജന്മദിനാഘോഷമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജെയ്സൺ, ദുബായിലുള്ള ജെയ്സൺ സ്വന്തം മകളുടെ ആഗ്നസിൻ്റെ ബർത്ത്ഡേ ആഘോഷമായിട്ട് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ജന്മദിനം പുനർജീവനിലെ മക്കളോട് കൂടി ആഘോഷിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ സുദിനത്തില് സിസ്റ്ററുടെ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ്സ് ഫ്രണ്ടുമായ ജെയ്സൺ അങ്ങ് ദുബായിലാണ്. പക്ഷെ ഇന്ന് ഈ സുദിനത്തില് നമ്മുടെ ഒപ്പം ജെയ്സിന്റെ ഉണ്ണിയായ ആഗ്നസിന്റെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചു. ആ ഉണ്ണിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതൊപ്പം നമുക്കും ഈ മധുരം നൽകി സഹനം എപ്പോഴും അനുഗ്രഹമാണെന്ന് നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ ഈ സുദിനത്തിൽ ഈ ആഗ്നസ് ഉണ്ണിക്ക് വേണ്ടി ഈ കേക്ക് മുറിച്ച് സിസ്റ്ററോടും, ഞാൻ സിസ്റ്റർ തന്നെയാണ് മുറിക്കുന്നത്. ഇതൊരു ഉണ്ണിയാണ്, എനിക്ക് ഉണ്ണിയാണ്. എനിക്ക് 3 മാസമായിട്ടുള്ള ഉണ്ണി വന്നിട്ട്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ വെല്ലപ്പാറ എന്ന ഗ്രാമത്തിലാണ്. എനിക്കിന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. കാരണം എൻ്റെ ഈ ജന്മദിനത്തിൽ വളരെ കാലമായ ഒരാഗ്രഹം ദൈവം എനിക്ക് സാധിച്ചു തന്നു. പുനർജീവനിലെ എൻ്റെ സഹോദരങ്ങൾക്കായി ഒരു മധുരം നൽകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് നേരിട്ട് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും സിസ്റ്റർ ലിസ്മയിലൂടെ അവർക്കായി ഒരു സ്നേഹ സമ്മാനം നൽകാൻ സാധിച്ചതിൽ ദൈവത്തിനും എൻ്റെ പാരൻസിനും സിസ്റ്റർ ലിസ്മിക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ആശംസകളും പ്രാർത്ഥനകളും നൽകിയ പുനർജീവനിലെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുനർജീവനിലെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണവുമായി എത്തുന്ന ഒരപ്പച്ചൻ, കർമ്മലിത്ത സന്യാസ സമൂഹത്തിലെ ആൻമരിയ സിസ്റ്ററിൻ്റെ പപ്പയാണ് പാലാ പ്രൊവിൻസിലെ. എനിക്കൊരു സന്തോഷമുണ്ട്, എൻ്റെ ഒരു ചേച്ചിയുടെ പപ്പയാണ്. പപ്പ പറയായിരുന്നു ഞാനും ഒരു മോളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ മക്കൾക്ക് എല്ലാ സമയവും ഇടയ്ക്ക് അന്നദാനം നടത്തുന്ന അപ്പൻ്റെ കൈകൾ അല്ലേ, നമുക്ക് ഒത്തിരി സന്തോഷിക്കാം. ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ച നാൾ മുതൽ ഇന്ന് വരെ എല്ലാ കാര്യത്തിലും നമ്മൾ അവരോടൊപ്പം ഉണ്ട്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാനൊരു കോൺട്രാക്ടർ വർക്കുകാരനാണ്. എങ്കിൽ പോലും നേരം കണ്ടെത്തി ഡിവൈനിൽ ജാനകത്തിന് ആൾക്കാരെ ഇന്നും ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട്, കൊണ്ടുപോവുകയാണ്. അങ്ങനെ എൻ്റെ മോളൊരു സിസ്റ്ററാണ്, കർമ്മലിത്ത സഭയിലാണ്, ഇപ്പം നാഗാലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്, മിഷൻ. അപ്പോൾ തീക്ഷ്ണതയേറിയ മിഷണറി കൂടിയാണ് അപ്പച്ചനും.